ഹലോ, പുതുവർഷത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് വെറൈറ്റി വേണ്ടേ? നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് ഗ്രിൽ ചിക്കൻ, ബേക്ക് ചിക്കൻ, ബാർബിക്യൂ ചിക്കൻ, തന്തൂരി ചിക്കൻ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് നമുക്ക്. ഫുൾ ചിക്കൻ പ്രഷർ കുക്കറിൽ ചെയ്തെടുക്കുന്നത് പോലെ അല്ല ഇത്. നമ്മുടെ ഗ്രിൽ ചിക്കനൊക്കെ മാതിരി അതേ ടേസ്റ്റ്, വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. തീർച്ചയായിട്ടും റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. 2.5 കിലോ തൂക്കം ഉണ്ടായിരുന്ന ചിക്കനാണ്. അതിൻ്റെ പപ്പും കൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പം ഏകദേശം ഒരു 2 കിലോ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. എന്നിട്ട് ഓരോ പീസും ഇത് നല്ലപോലെ വരഞ്ഞു കൊടുക്കണം, എന്നാലേ മസാല അതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 1.5 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്തരച്ച പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ. ഞാനിവിടെ 12 വെളുത്തുള്ളി അല്ലികളും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം, 15 കറിവേപ്പില എന്നിവ ചേർത്തരച്ചാണ് ഈ പേസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 6 മുതൽ 8 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നമ്മുടെ ചിക്കൻ പീസുകളിൽ ശരിക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. വരഞ്ഞു കൊടുത്തതിൻ്റെ ഒക്കെ ഇടയിലൊക്കെ നല്ലപോലെ തേച്ച് നല്ല മസാലയിൽ കുളിപ്പിച്ചെന്ന് തന്നെ വെക്കണം നമ്മുടെ ചിക്കൻ പീസുകളെ. അതുകൊണ്ട് തീരുന്നില്ല, നമ്മൾ ഒരു നാരങ്ങയുടെ നീര് ഇതിൻ്റെ മുകളിലേക്ക് പിഴിഞ്ഞൊഴിച്ച് അതിനെ ഒന്നുകൂടി ഒന്ന് ഇളക്കി മസാലയ്ക്ക് ഒന്ന് സെറ്റാവുന്ന വരെ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കണം. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയാൽ കൂടുതൽ നല്ലത്. നമ്മളൊരു പ്രഷർ കുക്കറിൻ്റെ അടിയിൽ ആവശ്യത്തിന് ഉപ്പുകൾ നിരത്തി വെക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക. അതൊന്ന് വാടി തുടങ്ങുമ്പോൾ അതിന് മുകളിലേക്ക് ഒരു ഇല കൂടെ വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ നമ്മൾ വെക്കുകയാണ്. ഒന്നിന് മുകളിൽ ഒന്നിരുന്നാലും പ്രശ്നമൊന്നും ഇല്ലാതെ നല്ലപോലെ വെന്തതിന് കിട്ടും. ഇനി ലാസ്റ്റ് നമ്മളിതിനെ വേറെ ഇല കൊണ്ട് കൂടെ കവർ ചെയ്ത് മൂടി വെക്കുക. വാഴയില ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യാം. പക്ഷെ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. ലിഡിൻ്റെ വാഷ് മാറ്റിയിട്ട് വേണം നമ്മളിനി ഇതിനെ മൂടി വേവിക്കാനായിട്ട്. അപ്പം ലോ ഫ്ലെയിമിലിട്ട് 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം എടുക്കും. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്കിവിടെ ഇത് വെന്ത് കിട്ടാനായിട്ട് 1 മണിക്കൂർ സമയം എടുത്ത്. ഇവിടെ ചിക്കൻ പീസുകളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ലപോലെ അടർന്ന് പോരുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ ആ ഒരു തന്തൂരി ഫോമിലേക്ക് മാറ്റുന്ന സ്റ്റെപ്പാണ്. ചൂടായ പാനിലേക്ക് നിങ്ങൾ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്യുക. നമ്മൾ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് കണ്ടോ, ഒരു സ്പെഷ്യൽ സാധനമാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ബീറ്റ്റൂട്ട് വൈനാണ്. അത് കുറച്ച് നമ്മളിതിൻ്റെ മുകളിൽ തളിക്കുവാണേ. ഈ സ്റ്റെപ്പ് തീർത്തും ഓപ്ഷണലാണ്. പക്ഷേ നമ്മൾ വൈനിങ്ങനെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചിക്കന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. ബീറ്റ്റൂട്ട് വൈൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേപ്പ് വൈൻ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ മറുവശത്തും ഇതുപോലെ തന്നെ നമ്മൾ വൈൻ ഒഴിച്ചു കൊടുക്കുകയെ. ഒരുപാട് കോരിയങ്ങ് ഒഴിക്കില്ല, ഇങ്ങനെ ജസ്റ്റ് തളിച്ചു കൊടുക്കുന്ന പോലെ. ഇത് കണ്ടില്ലേ, ഇതിൽ കാണുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഫ്ലെയിം കൂട്ടി ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വീതം 2 സൈഡും നമ്മളിതിനെ അങ്ങ് പൊള്ളിച്ചെടുക്കുവാണേ. നല്ലപോലെ ചുട്ട മാതിരി വരും. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബ്രൈറ്റ് റെഡ് കളറൊന്നും ഈ തന്തൂരി ചിക്കൻ കാണാൻ പറ്റാത്തത്. ഞാനിവിടെ ഫുഡ് കളർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ ടേസ്റ്റ് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്.